Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Okay. Who among the following developed the garbage can model of policy making? നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ മൈക്കൽ കോഹൻ ആണ് ഇവിടെ ആൻസർ. മൈക്കൽ കോഹൻ, ജെയിംസ് മാർക്കൽ ആൻഡ് ജോഹൻ ഓസ്ലാൻ എന്ന് പറഞ്ഞ രണ്ട് പോളിസി മേക്കേഴ്സിന്റെ കൂടെ ചെയ്ത് 1972 കൊണ്ടുവന്ന ആശയമാണ് ഗാർബേജ് ക്യാൻ മോഡൽ എന്ന് പറഞ്ഞ തിയറി. ഇവിടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ. Which one of the following is the largest committee of parliament? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നമ്മൾ കൂടുതൽ വായിക്കുന്ന നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് ആണ് പാർലമെന്റിൽ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. Statement 1, Robert Michael used the concept of iron oligarchy to describe the organization of political parties based on domination by ruling elite. നമുക്ക് നേരത്തെയും റോബർട്ട് മൈക്കിളും അയൺ ലോ ഓഫ് ഒലിഗാർക്കിയും കണക്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ ഇവിടെ ഒരു ആൻസർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അതും കൂടി ആൻസർ ചെയ്യാൻ എന്തായാലും എളുപ്പമാണ്. എന്തായാലും സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. മൗറിസ് ഡോവേജസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സിമ്പിൾ മെജോറിറ്റി സിംഗിൾ ബാലറ്റ് സിസ്റ്റം ഫേവേഴ്സ് ദ ടു പാർട്ടി സിസ്റ്റം. അതും ശരി തന്നെയാണ്. സിമ്പിൾ മെജോറിറ്റി സിംഗിൾ ബാലറ്റ് സിസ്റ്റം ടു പാർട്ടി സിസ്റ്റം ഫേവർ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ലോ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ഫേവർ ടു സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, രണ്ടും ശരിയാണ്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പിന്നെയും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion and the other is labeled as reason. Assertion A, reservation of a state bill for the assent of president is a discretionary power of governor. Okay. Reason 2, this could be achieved through amending Article 156 of the Indian Constitution. So, ഗവർണർക്ക് ആവശ്യമെന്നാൽ പ്രസിഡന്റിന് മുന്നിലേക്ക് സ്റ്റേറ്റ് ബില്ലിൽ കൊണ്ടുപോകാൻ പറ്റും. സോ അസർഷൻ എ എന്തായാലും ശരിയാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 156 വെച്ചിട്ട് ഇങ്ങനെ ഒരു അമെൻമെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ബട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ആർട്ടിക്കിൾ 156ന്റെ സ്റ്റേറ്റ്സിനാണ് ഇത് അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണ്, പക്ഷേ ഒരിക്കലും കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് മാർക്സ് ലോ ഓഫ് ഡയലക്റ്റിക്സ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെഗേഷൻ ഓഫ് നെഗേഷൻ എന്തായാലും ഡയലക്റ്റിക്സിൽ വരുന്നതാണ്. ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ലീഡ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, അവിടെ നിൽക്കട്ടെ. ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. നമുക്ക് ഇത് രണ്ടും വരും കൺഫ്യൂഷൻ. നമുക്ക് അടുത്തും കൂടെ യൂണിറ്റി ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ഓപ്പോസിറ്റ്. സോ ഓപ്ഷൻ 1 and 4 എന്തായാലും മാർക്സ് ലോ ഓഫ് ഡയലക്റ്റിക്സിൽ ഭാഗമാണ്. നമുക്ക് 2ഉം 3ഉം വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഇവിടെ പുറത്ത് നിൽക്കുന്നത് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഒരിക്കലും ലോ ഓഫ് ഡയലക്റ്റിക്സിൽ ഭാഗമല്ല, അങ്ങനെ പറയുന്നുമില്ല. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ പാർട്ടല്ലാതെ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഡിഫറെന്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്? ഓക്കെ, institutional analysis examines the functioning of and relationship between institutions in a given moment. ഓക്കെ, ശരി തന്നെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഓപ്ഷൻ. ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ റിവൈവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം ദാറ്റ് ലുക്സ് അറ്റ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷേപ്പ് ഡിസിഷൻസ് ആൻഡ് ഡിഫൈൻ ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. ശരിയല്ല. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. ദ ബിഹേവിയറൽ അപ്രോച്ച് ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ചാർട്ട്സ്.
ബിഹേവിയറൽ സ്റ്റഡി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻ സ്റ്റാറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ശരിയാണത്. സ്ട്രക്ചറലിസം എക്സാമിൻസ് റിലേഷൻഷിപ്പ് എമോങ് പാർട്സ് റാദർ ദാൻ ദ പാർട്സ് ദംസെൽഫ്. ശരിയല്ല, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ദ റാഷണൽ ചോയ്സ് അപ്രോച്ച് എക്സ്പ്ലെയിൻസ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറലൈസേഷൻ റാദർ ദാൻ ഇൻട്രസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ശരിയാണ്. സോ നമുക്ക് ഇവിടെ നോക്കാം. എ ശരിയാണ്, സി ശരിയാണ്, ഇ ശരിയാണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ പവർ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫാൾസ് അണ്ടർ. സോ സുപ്രീം കോടതിന്റെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 ജൂറിസ്ഡിക്ഷനാണ് ഉള്ളത്. ഒറിജിനൽ, അഡ്വൈസറി ആൻഡ് അപ്പാലറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇതിൽ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പരാമർശിക്കുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലാണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. ഓക്കെ, ഐഡിയ ഓഫ് ഹെജിമണി ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ്. ഹെജിമണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഗ്രാംഷി തന്നെയാണ്. സോ നമുക്ക് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 2 അന്റോണിയോ ഗ്രാംഷിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് അരിസ്റ്റോട്ടിൽസ് വർക്ക് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ഹയസ്റ്റ് ഗുഡ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഹാപ്പിനെസ് അറ്റൈൻഡ് ത്രൂ മോറൽ ആൻഡ് ഇന്റലക്ച്വൽ വിർച്യു. സോ അരിസ്റ്റോട്ടിൽ ഏത് പുസ്തകത്തിലാണ് ഹ്യൂമൻ ബീങ്സിന് ഹാപ്പിനെസ്സിന് ഹയസ്റ്റ് ഗുഡ് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ വിർച്യൂയിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു? നമുക്ക് നോക്കാം. പൊളിറ്റിക്സ് ഉണ്ട്, മെറ്റാഫിസിക്സ്, യുഡേമിൻ. യുഡേമിൻ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, കാരണം യുഡേമിൻ അതിന്റെ അർത്ഥം വരുന്നത് ഹാപ്പിനെസ് ആണ്. സോ യുഡേമിൻ എത്തിക്സ് ആണോ നമുക്ക് പെട്ടെന്ന് തോന്നാം, പക്ഷെ പൊളിറ്റിക്സും യുഡേമിയും ലൈഫ് ആൻഡ് വിർച്യൂവിനെ കുറിച്ചാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ ആയി വരുന്നത് നിക്കോമാക്കിയൻ എത്തിക്സ് ആണ്. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയേഴ്സിലും നിക്കോമാക്കിയൻ എത്തിക്സ് ആയിട്ട് ആൻസറുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോന്റെയും വർക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. സോ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ഇവിടെ ആൻസർ നിക്കോമാക്കിയൻ എത്തിക്സ് ആണ്.